ഡിജിറ്റൽ അറസ്റ്റ് എന്ന സൈബർ ക്രിമിനലുകളുടെ പുതിയ തട്ടിപ്പ് രീതിയെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ അടക്കം രംഗത്ത് വന്നിട്ടും ഇതിന് ഇരയാകുന്നവരുടെ എണ്ണം ദിനംപ്രതി കൂടുകയാണ്. ഇപ്പോഴിതാ തമിഴ്നാട്ടിലെ നീലഗിരിയിൽ നിന്നാണ് തട്ടിപ്പിന്റെ മറ്റൊരു വാർത്ത പുറത്തു വരുന്നത്. യുവതിയിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്തതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നീലഗിരി ജില്ലയിലെ കുനൂർ സ്വദേശിനിയായ 26-കാരി കോയമ്പത്തൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ IT കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വീട്ടിലിരുന്നാണ് ജോലി നോക്കിയിരുന്നത്. ഇതിനിടെ കഴിഞ്ഞയാഴ്ച ഇവർക്ക് വിദേശത്ത് നിന്ന് ഒരു ഫോൺ കോൾ വന്നു. ഒരു അന്താരാഷ്ട്ര കൊറിയർ കമ്പനിയുടേതാണെന്ന് അവകാശപ്പെട്ടായിരുന്നു കോള് വന്നത്. മുംബൈയിൽ നിന്ന് ചൈനയിലേക്ക് പോകുന്ന ഒരു പാഴ്സലിൽ മയക്കുമരുന്നുണ്ടെന്നും നിങ്ങളുടെ ആധാർ കാർഡും പാസ്പോർട്ടും മറ്റു രേഖകളും അതേ പാഴ്സലിൽ ഉണ്ടെന്നും ആയിരുന്നു ഭീഷണി. മുംബൈ സൈബർ ക്രൈം പോലീസിൽ നിന്ന് കോൾ വരുമെന്ന് പറഞ്ഞായിരുന്നു സൈബർ ക്രിമിനലുകൾ യുവതിയുമായി ഫോണിൽ ബന്ധപ്പെട്ടത്. തൊട്ടു പിന്നാലെ തന്നെ സ്കൈപ്പ് വീഡിയോ വഴി യുവതിയുമായി ബന്ധപ്പെട്ട ചിലർ യുവതിയെ ഡിജിറ്റലായി അറസ്റ്റ് ചെയ്തതായും അന്വേഷണം കഴിയുന്നതുവരെ മറ്റാരോടും ഇക്കാര്യം പറയരുതെന്നും പറഞ്ഞു. ഒപ്പം ഒരു മുറിയിൽ തനിച്ച് താമസിക്കണമെന്നും പുറത്തിറങ്ങരുതെന്നും ഭീഷണിപ്പെടുത്തി. വീട് വിട്ടിറങ്ങുകയോ വിവരം ആരുമായും പങ്കുവെക്കുകയോ ചെയ്യുന്നത് പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. ഇത് ഭയന്ന് 8 ദിവസമായി കൃത്യമായ ഭക്ഷണവും ഉറക്കവുമില്ലാതെ പ്രത്യേക മുറിയിൽ കഴിയുകയായിരുന്നു യുവതി. ഒടുവിൽ യുവതിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മുഴുവൻ തുകയും അയക്കാൻ തട്ടിപ്പ് സംഘം ആവശ്യപ്പെട്ടു. അന്വേഷണത്തിന് ശേഷം പണം തിരികെ നൽകാമെന്ന് പറഞ്ഞാണ് പണം ആവശ്യപ്പെട്ടത്. തുടർന്ന് യുവതി 16 ലക്ഷം രൂപ ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി. ഇതോടെ സ്കൈപ്പ് ഉടൻ വിച്ഛേദിക്കപ്പെടുകയും ചെയ്തു. യുവതി പണം തിരികെ ചോദിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. കബളിപ്പിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ യുവതി നീലഗിരി സൈബർ ക്രൈം പോലീസിൽ പരാതി നൽകി. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആധുനിക തട്ടിപ്പിനെ കുറിച്ച് സൈബർ ക്രൈം പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഡിജിറ്റൽ അറസ്റ്റിന്റെ പേരിൽ വീഡിയോ ലിങ്കുകളിൽ പ്രത്യക്ഷപ്പെട്ട് പണം തട്ടുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ്. ഈ വർഷം നീലഗിരിയിൽ മാത്രം ഡിജിറ്റൽ അറസ്റ്റ് എന്ന പേരിൽ ഭീഷണിപ്പെടുത്തിയ വിഷയത്തിൽ 28 പരാതികളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് 68 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ തട്ടിപ്പിൽപ്പെടാതെ ജാഗ്രത പാലിക്കണമെന്നും പോലീസ് പറഞ്ഞു. എന്താണ് ഡിജിറ്റൽ അറസ്റ്റ്? എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം? രാജ്യത്തെ അന്വേഷണ ഏജൻസികളായ പോലീസ്, ED, CBI, കസ്റ്റംസ്, ജഡ്ജിമാർ തുടങ്ങിയവർ വീഡിയോ കോളിലൂടെ ആരെയും അറസ്റ്റ് ചെയ്യില്ല എന്ന് ഇന്ത്യയുടെ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രാജ്യത്ത് ഡിജിറ്റൽ അറസ്റ്റിന്റെ പേരിൽ നിരവധി ആളുകൾ പണം തട്ടിപ്പിന് ഇരയാകുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രം വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതും. വീഡിയോ കോളുകൾ വഴി അറസ്റ്റ് ചെയ്യുന്നത് ഒരു മിഥ്യാധാരണയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഏജൻസികൾ അങ്ങനെ അറസ്റ്റുകൾ നടത്താറില്ലെന്നും തട്ടിപ്പിൽപ്പെടാതെ ജനം ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്രം നിർദ്ദേശിച്ചു. അതേസമയം അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥർ എന്ന് ചമഞ്ഞ് വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോട്ടോകൾ പ്രൊഫൈൽ പിക്ചറായി ഉപയോഗിച്ച് ഇരകളെ തട്ടിപ്പിന് ഇരയാക്കുന്ന രീതിയാണ് രാജ്യത്ത് വ്യാപകമായി നടക്കുന്നത്. തിരുവനന്തപുരത്ത് ഒരു ബിസിനസ്സുകാരനും ഭാര്യയും വെർച്വൽ അറസ്റ്റിന് ഇരയായതും ഇതിൽ ഉൾപ്പെടുന്നു. കോഴിക്കോട് കഴിഞ്ഞ 1.5 വർഷത്തിനിടെ സൈബർ തട്ടിപ്പിന് ഇരയായവർക്ക് 28.71 കോടി രൂപ നഷ്ടപ്പെട്ടതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ബംഗളൂരുവിലെ അഭിഭാഷകയോടും ഇത്തരമൊരു തട്ടിപ്പ് നടന്നു. അവർക്ക് നഷ്ടമായത് 14 ലക്ഷം രൂപയാണ്. വ്യാജ വിർച്വൽ കോർട്ട് റൂം തട്ടിപ്പ് വഴി CBI ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞ് വ്യാജ കോടതി മുറി ഉണ്ടാക്കിയും തട്ടിപ്പ് നടത്തുന്നുണ്ട്. ഡിജിറ്റൽ അറസ്റ്റ് എന്നത് സൈബർ തട്ടിപ്പുകാർ ഉപയോഗിക്കുന്ന ഒരു പുതിയ തന്ത്രമാണ്. വീഡിയോ കോളുകൾ, വാട്സാപ്പ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്നിവയിൽ വ്യാജ അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞ് തട്ടിപ്പുകാർ പൊതുജനങ്ങളെ ഇരകളാക്കുന്ന രീതിയാണ് ഡിജിറ്റൽ അറസ്റ്റ്. ഡിജിറ്റൽ അറസ്റ്റിന്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പിൽ തട്ടിപ്പുകാർ CBI, ED, പോലീസ്, കസ്റ്റംസ് പോലുള്ള നിയമപരമായ ഏജൻസികളിൽ നിന്നുള്ളവർ എന്ന് ചമഞ്ഞ് ഇരകളെ ഭയപ്പെടുത്തുന്നു. ഇവർ വീഡിയോ കോളുകളിലൂടെയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജുകളിലൂടെയോ ഇരകളെ ബന്ധപ്പെടുകയും അവർക്ക് നേരെ ആരോപണങ്ങളും കുറ്റങ്ങളും ഉണ്ടെന്ന് ഉന്നയിക്കുകയും അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. തട്ടിപ്പുകാർ വ്യാജ കോടതി മുറി, വകുപ്പ് കമാൻഡിംഗ് ഓഫീസർ അല്ലെങ്കിൽ വീഡിയോ കോളിലെ പ്രസിദ്ധ വ്യക്തികളുടെ പ്രൊഫൈൽ പിക്ചറുകൾ ഉപയോഗിച്ച് ഇരകളെ കബളിപ്പിക്കുന്നു. ഈ കോളിൽ വ്യാജ പെർമിറ്റുകളോ രേഖകളോ അല്ലെങ്കിൽ മറ്റു ഉപാധികൾ വഴിയോ ഇരകളെ പേടിപ്പിച്ച് പണം തട്ടിയെടുക്കാനും ശ്രമിക്കുന്നു. ഡിജിറ്റൽ അറസ്റ്റിന്റെ പ്രധാന ലക്ഷ്യം തന്നെ പണം തട്ടിയെടുക്കുക എന്നതാണ്. മിക്കപ്പോഴും ഇരകൾ ഭയത്തിന്റെ പിടിയിൽപ്പെട്ട് പണം നൽകിയാൽ അവരോട് RTGS അതായത് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് വഴി പണം നൽകാൻ തട്ടിപ്പുകാർ ആവശ്യപ്പെടും. സൈബർ ക്രൈം വകുപ്പുകളും സൈബർ സെന്ററുകളും സമയാസമയങ്ങളിൽ തന്നെ മുന്നറിയിപ്പ് നൽകി വരുന്നുമുണ്ട്. യഥാർത്ഥ അന്വേഷണ ഏജൻസികൾ ഒരു വീഡിയോ കോളിലൂടെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയോ അറസ്റ്റ് ചെയ്യുകയോ പണമടയ്ക്കുവാൻ ആവശ്യപ്പെടുകയോ ചെയ്യുന്നില്ല എന്നും അധികൃതർ വ്യക്തമാക്കുന്നു.
സംശയാസ്പദമായ വീഡിയോ കോളുകൾ വന്നാൽ പോലീസിനെ ഉടൻ അറിയിക്കുക. വിശ്വസനീയമല്ലാത്ത കോളുകൾ, മെസ്സേജുകൾ തുടങ്ങിയവയ്ക്ക് മറുപടി നൽകാതിരിക്കുക. ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ, ഫോൺ നമ്പറുകൾ ഉപയോഗിച്ച് ഏജൻസികളുമായി നേരിട്ട് ബന്ധപ്പെടുക. വീഡിയോ കോളുകൾ വഴി ആരും പണം ആവശ്യപ്പെടുന്നില്ലെന്ന് മനസ്സിലാക്കുക. തട്ടിപ്പുകാർ നൂതന മാർഗങ്ങളിലൂടെയും തന്ത്രങ്ങളിലൂടെയും ആളുകളെ ചതിയിൽ വീഴ്ത്താൻ ശ്രമിക്കും. ആവശ്യമില്ലാത്ത ഫോൺ കോളുകളോ മറ്റ് സമീപനങ്ങളോ തട്ടിപ്പ് സംഘങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കാനും നിർദ്ദേശമുണ്ട്.